ഹലോ. ഇന്ന് രാവിലെ ഞങ്ങൾ ചെയ്ത ചെറിയൊരു പരിപാടി കേട്ടോ അത്. നമ്മൾ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പുല്ലൊക്കെ പറിച്ച്, പിന്നെ വീട്ടിൽ ഞങ്ങൾക്കാകെ 2 തെങ്ങേ ഉള്ളൂ. അതിലൊരു തെങ്ങിന് കുറച്ച് ചെറുതായിട്ട് തടമൊക്കെ എടുത്തു. നല്ല മഴയൊക്കെ അല്ലേ പെയ്യുന്നത്. അപ്പം തേങ്ങേൻ്റെ ഒക്കെ വില എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ ഇപ്പോൾ. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മൾ തെങ്ങിനെ നന്ന വൃത്തിയിൽ കൊണ്ട് നടക്കണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ പണികളാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം കുറച്ച് കാടൊക്കെ വെട്ടി അതിൻ്റെ മെരട്ടിട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ഓലയും എല്ലാം. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾക്കറിയുന്ന പോലെയൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാവരും ചെയ്യുന്നതൊക്കെ കാണാറുണ്ട്. പണ്ട് വീട്ടിൽ അച്ചാച്ചനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ നോക്കി നിൽക്കും. എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷെ ടൈം കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പ്രൊഫഷൻ വേറെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സമയം നമ്മൾ ഉണ്ടാക്കണം. പിന്നെ 2 കപ്പേൻ്റെ തണ്ടുണ്ടായിരുന്നു, അത് നമ്മൾ കുഴിച്ചിട്ട് അവിടെ. അത് മക്കളാണ് കേട്ടോ കുഴിച്ചിട്ടത്. അവർക്കും ചെറുതായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങളെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ നേരെ കുളിച്ച്, മക്കൾക്ക് 2 ചെറിയ വയ്യായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആവിയൊക്കെ പിടിച്ച് നല്ല ചൂടുവെള്ളം ഉണ്ടാക്കി ആവിയൊക്കെ തുളസീൻ്റെ ഇലയൊക്കെ ഇട്ട് ആവി പിടിപ്പിച്ച്, പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നല്ല മഴ പെയ്തു. ശരിക്കും തെങ്ങ് തടയിട്ട് മഴ പെയ്താൽ നല്ലതാണെന്നാണ് പറയുക. കാര്യം എന്താ വെച്ചാൽ വെള്ളം നന്നായിട്ട് ഇറങ്ങാനും നമുക്ക് നന്നായിട്ട് വെള്ളം നല്ലോണം തെങ്ങിന് കിട്ടും. തടത്തിൽ കഴിഞ്ഞ സമയത്ത് ഞാനും റിച്ചും കൂടെ മോനും കൂടെ ഇവിടെയൊക്കെ പോയി, ഒളപ്പാറ പോയി. അവിടെ നിറച്ച് ആൾക്കാരുണ്ടായിരുന്നു.